ഹായ് കൂട്ടുകാരും, മേഘരാജത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും കൃഷി സ്ഥലം തന്നെയാണ് ഇന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞായറാഴ്ചയൊക്കെയല്ലേ, പൊതുവെ വലിയ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് കൃഷി സ്ഥലങ്ങളിലും ഇവിടെ ഒന്ന് നടന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്യാം എന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. വാഴയാണ് ഇന്നത്തെ പ്രധാന താരം ഈ വീഡിയോയിൽ. നമ്മുടെ നാട്ടിലും വീട്ടിലും എല്ലാം സുലഭമായി കാണുന്ന വാഴയെ പറ്റിയുള്ള ഒരു വിവരണമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വീട്ടിൽ നിറയെ വാഴയുണ്ട്. ചിലത് ചെറുതും ചിലത് കുലച്ചിരിക്കുന്നതും ഒക്കെ ഉണ്ട്. വാഴക്കുല, വാഴക്കട്ടി എന്നിവയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. വാഴക്കൊമ്പ് അങ്ങനെ പലതും നല്ല വിറ്റാമിൻസ് ഉള്ളതാണ്, നമ്മൾക്ക് കഴിക്കാറുള്ളതുമാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു വാഴ കുലച്ച് അതിൻ്റെ വാഴക്കട്ടി എന്ന് ഉണ്ടാവും അവസാനത്തേക്ക്. അത് എടുത്തിട്ട് അതിൽ നിന്ന് തേൻ ഉണ്ടാവും. അത് എടുത്ത് കഴിക്കാറുണ്ടായിരുന്നു പഴയ കാലത്ത് എല്ലാം. ഇപ്പോൾ അങ്ങനെ ആരും കഴിക്കുന്നത് കാണാറില്ല. ഇപ്പോൾ ഓരോരോ അസുഖം ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ആരും ചെയ്യുന്നത് കാണാറില്ല. പഴയ കാലത്ത് ഇതിന് ഭയങ്കര ഒരു പ്രിയം ആയിരുന്നു. അതിൽ നിറയെ തേനാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ അത് രാവിലെ എല്ലാവരും എടുത്ത് ഇങ്ങനെ കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പഴയ കാലത്ത്. പണ്ട് ഈ വാഴക്കട്ടി എടുത്തിട്ട് തോരൻ വെച്ച് കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ചിലർ കഴിക്കാറുണ്ട്, ചിലർ ഇപ്പോഴും അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ വാഴക്കട്ടി ഇപ്പോൾ പറിച്ചതാണ്. ഇത് വെച്ച് ഞാൻ തന്നെയാണ് ഇന്ന് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് വീട്ടിൽ. പഴയ കാലത്ത് ഇതിനൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു എന്നും. നമ്മളൊരു സദ്യയ്ക്കും അങ്ങനെ വിശേഷ ചടങ്ങുകൾക്കുമെല്ലാം ഇലയാണ് എടുക്കാറുള്ളത്, വാഴയില. അതുപോലെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ഇത് തന്നെയാണ് എടുക്കാറുള്ളത്. വാഴയിലയ്ക്ക് അങ്ങനെ ഓരോരോ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയാം. ഈ കാണുന്ന കുലയാണ് പുതിയതായിട്ട് കുലച്ച് വന്നിരിക്കുന്നത്. ഇത് വെട്ടാറായിട്ടുണ്ട്. കുറച്ചും കൂടി മൂപ്പായാൽ ഉടനെ വെട്ടും. ഈ കുലയെല്ലാം വീട്ടിൽ തന്നെ വെക്കാറാണ് ഉള്ളത്. പഴുപ്പിച്ചിട്ട് ഞങ്ങൾ തന്നെ കഴിക്കും. ചിലപ്പോൾ പീടികയിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അമ്പലത്തിലേക്ക് ആവശ്യമായ ഇലകളൊക്കെ ഇവിടെ നിന്നാണ് അധികവും കൊണ്ടുവരാറുള്ളത്. പിന്നെ ചിലപ്പോൾ അടുത്ത വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോഴൊക്കെ ഇവിടെ വന്നിട്ടാണ് വെട്ടിക്കൊണ്ടുള്ളത് ഇല. ഇപ്പോൾ അതിന് കല്യാണ വീടുകളെല്ലാം ഇലകളൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേപ്പർ ഇലയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ ആളുകൾക്കൊന്നും പിന്നെ പുറത്തുപോയി ഇലകൾ വെട്ടുവാനുമുള്ള ഒരു സൗകര്യം ഒക്കെ ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്ന ഇലയൊക്കെ ഒഴിവായി പേപ്പർ ഇല കൊണ്ടാണ് ഇപ്പോൾ സദ്യയ്ക്കും എല്ലാ പരിപാടികൾക്കും എടുക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ പറമ്പിലൂടെയൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക.